രണ്ട് മൂന്ന് വ്യക്തികളുടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി എന്ന് പറയുന്ന അയാൾ ചിന്തകനും പ്രഭാഷകനും എഴുത്തുകാരനുമാണെന്നൊക്കെ പറയുന്നുണ്ട്. വളരെ വലിയ താടിയും അതുപോലെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു മഹാൻ്റെ ലക്ഷണത്തിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അയാൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് എഴുതുന്നത്, എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അയാൾക്ക് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അറിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. LGBTIQ+ എന്നീ വിഭാഗത്തിനെ കുറിച്ചാണ് അയാളിങ്ങനെ വാ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ പ്രശ്നം LGBTIQ വിഭാഗത്തിന് കുട്ടികളുണ്ടാകുന്നില്ല എന്നതാണ്. അയാൾ LGBTIQവിനെ നിരത്തി വെച്ചുകൊണ്ട് ഓരോന്നിൻ്റെയും ഫുൾ ഫോമും വ്യക്തമായി പറഞ്ഞുകൊണ്ട് വളരെ നിന്ദിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, മലപ്പുറംകാരനാണ്. ആരോ ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവരെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ സാധിക്കാത്ത വ്യക്തികൾക്ക് സാധ്യമല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിച്ചുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി പറയുന്നുണ്ട്, ഈ എംപോക്സ്, എയ്ഡ്സ് ഇതെല്ലാം സ്വവർഗാനുരാഗികൾ കൂടെയാണ് ഉണ്ടാകുന്നത് എന്ന പരാമർശം അയാൾ നടത്തുകയുണ്ടായി. ഞാനൊന്ന് ചോദിക്കട്ടെ, എംപോക്സ് ആയാലും അതുപോലെ എയ്ഡ്സ് ആയാലും അത് ഇൻ്റർകോഴ്സിൽ കൂടെ പകരുന്ന ഒരു രോഗമാണ്. അതൊരു പ്രത്യേക വിഭാഗം മാത്രം കാരണമുണ്ടാകുന്ന ഒരു രോഗമല്ല എന്ന് ഇബ്രാഹിം സഖാഫിയും അയാളെപ്പോലെയുള്ളവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. വളരെയധികം ദേശവിരുദ്ധമായ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു വ്യക്തിയാണ് സാക്കിർ നായക്. ആ സാക്കിർ നായക് ഈയിടെയായിട്ട് തായ്ലൻഡിൽ എയ്ഡ്സിന് ചികിത്സയിലാണ്. അതിന് രേഖാമൂലം അതിൻ്റെ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. സാക്കിർ നായിക്കിനും സാക്കിർ നായിക്കിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എയ്ഡ്സ് രോഗമാണെന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, സാക്കിർ നായക് സ്വവർഗാനുരാഗിയാണോ? സാക്കിർ നായക്കിൻ്റെ ഭാര്യ സ്വവർഗാനുരാഗിയാണോ? ഇത്തരം തെറ്റായ പരാമർശങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ LGBTIQ സമൂഹത്തിനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കാനുള്ള വ്യഗ്രത എന്തിനാണ് സഖാഫിയെ പോലെയുള്ളവർ നടത്തുന്നത്? അടുത്തൊരാൾ അബ്ദുള്ള ബാസിലാണ്. അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി കുറച്ച് പ്രായം ചെന്ന ആ വ്യക്തിയാണ്. പക്ഷേ അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന വ്യക്തി വളരെ ചെറുപ്പക്കാരനാണ്, മോഡേൺ മെഡിസിൻ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അയാൾക്കറിയാതിരിക്കുമോ, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ഈ മെൻ്റൽ ഡിസോർഡറിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഏതെല്ലാം സെക്ഷുവാലിറ്റിയെയും ജെൻഡറിനെയാണ് നീക്കിയിട്ടുള്ളത് എന്നും സെക്ഷൽ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും അതുപോലെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്നും ഒരു മോഡേൺ മെഡിസിൻ പഠിച്ച വ്യക്തിക്ക് അറിവില്ലാതിരിക്കുമോ? അറിവില്ലായ്മ സ്വയം നടിക്കുകയും മതത്തിന് വേണ്ടി നിലകൊള്ളുകയുമാണ് ഈ അബ്ദുള്ള ബാസിൽ ചെയ്യുന്നത്. അതെല്ലാം വളരെ വൃത്തികെട്ട
പ്രവർത്തികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊന്ന് മുജാഹിദ് ബാലുശ്ശേരിയാണ്. മുജാഹിദ് ബാലുശ്ശേരി എന്നും വളരെ അമാനുഷികമായ രീതിയിൽ മനുഷ്യവിരുദ്ധ പരാമർശങ്ങൾ, മതവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഹൈക്കോടതിയിലൊരു കേസ് നിലവിലുണ്ട്. ചുണ്ടിൽ ചായം തേക്കുന്ന പെൺകുട്ടികൾ, അതായത് ലിപ്സ്റ്റിക് എടുക്കുന്ന പെൺകുട്ടികൾ വേശ്യകളാണെന്നും ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് സംഭാവന കൊടുക്കുന്നതിന് തുല്യമാണെന്നും പറഞ്ഞുകൊണ്ട് പരാമർശം നടത്തിയിട്ടുള്ളതും അതിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുമുണ്ട്. ആ വ്യക്തിയും കൂടിയാണ് ബിഗ് ബോസിലെ ആദിലയെയും നൂറയെയും കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുന്നത്. രണ്ട് പെൺകുട്ടികൾ തമ്മിൽ ശരീരമിട്ടൊരച്ചാൽ കുട്ടികളുണ്ടാകുമോ? ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും അമ്മമാർ കല്യാണം കഴിച്ചാൽ ഗാന്ധിജി നെഹ്റുവും ഉണ്ടാകുമോ? ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും അച്ഛന്മാർ കല്യാണം കഴിച്ചാൽ ഗാന്ധിജിയും നെഹ്റുവും ഉണ്ടാകുമോ? ഇതുപോലെയുള്ള കമ്പാരിസനാണ് അവിടെ കാണുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിഭാഗത്തിന് സെക്സ്, കുട്ടികൾ എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. സെക്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ചോദനയാണ്. അത് അവരുടെയൊക്കെ ആസ്വദിക്കാനുള്ളതാണ്. ആ ആസ്വാദനത്തിൻ്റെ ഫലമായി കുട്ടികളുണ്ടാകാം, കുട്ടികളുണ്ടാവാതിരിക്കാം. ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി, അവർക്ക് കുട്ടികളില്ല. മുൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷൻ, അവർക്ക് മക്കളില്ലായിരുന്നു. TN ശേഷൻ കല്യാണം കഴിച്ചത് ഒരു സ്ത്രീയെയാണ്. ഇന്ന് ഇഷ്ടം പോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികളുണ്ടാകാത്ത അവസ്ഥയുണ്ടല്ലോ. അത് വിചാരിച്ചിട്ട് അതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന രീതി ഒട്ടും ശരിയല്ല. മുജാഹിദ് ബാലുശ്ശേരിയും ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയും പറയുന്നത് ഒന്നുകിൽ മതപണ്ഡിതരുടെ വേഷം കെട്ടിയിട്ടാണെങ്കിൽ, ആ മതത്തിനെ നിലനിർത്താനാണെങ്കിൽ അവരൊക്കെ ഈ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി ബൈബിള്, ഖുറാൻ, അതുപോലെ മനുസ്മൃതി, ഈ 3 ഗ്രന്ഥങ്ങൾ എടുത്തു വച്ചിട്ടാണ് പുലഭ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊന്ന് പറയാം. 1922 തോന്നുന്നു മനുസ്മൃതി ഭരണഘടനയിലെ ശില്പിയായ അംബേദ്കർ കത്തിച്ച് കളഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ മനുസ്മൃതി മതപുസ്തകമല്ല. അതുമാത്രമല്ല, ഖുറാനായാലും ബൈബിളായാലും മനുസ്മൃതി ആയാലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും ജീവിക്കേണ്ടത്. അല്ലാതെ ഖുറാനോ ബൈബിളോ അല്ലെങ്കിൽ മനുസ്മൃതിയോ എടുത്തു വച്ചിട്ടല്ല ജീവിക്കേണ്ടത്. സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ഈ വിഭാഗത്തിനെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്കെതിരായിക്കൊണ്ട് കോടതികളിൽ കേസ് വരാനുള്ളതായ സാധ്യതകൾ ഏറെയാണ്. അതും ഇബ്രാഹിം സഖാഫി പറയുന്നുണ്ട്. മലപ്പുറത്ത് മദ്രാസ് ഹൈക്കോടതിയിലൊരു കേസുണ്ടെന്ന്. ഇയാൾ പറയുന്നുണ്ട് മറ്റ് വിദേശത്ത് പാഡ് ഉപയോഗിച്ചിട്ടാണ് പലരും നടക്കുന്നതെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ വിദേശത്തേക്കും മറ്റ് LGBT സമൂഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്? മദ്രസകളിൽ പഠിക്കാൻ വരുന്ന പിഞ്ചുകുട്ടികളോട് ഉസ്താദുമാർ എങ്ങനെയാണ് പെരുമാറുന്നത്? വളരെ മോശമായ രീതിയിൽ ലൈംഗികമായും മാനസികമായും ശാരീരികമായും പെരുമാറുന്നത് കൊണ്ട് ആ കുട്ടികൾക്കുണ്ടാകുന്ന ട്രോമ ചില്ലറയല്ല. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് LGBTIQ സമൂഹത്തിനെക്കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരിയും അബ്ദുള്ള ബാസിലും ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയും
ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത്? ഇവർ തികച്ചും മോശക്കാരാണ്. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് തന്നെ അത്യാവശ്യമാണ്. ഇന്ത്യയിൽ LGBT സമൂഹത്തിന് ഏതു വിധേനയും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നും അവർ ന്യൂനപക്ഷമാണെന്നും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തികൾക്ക് മറ്റു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുക്കാനുള്ള അവകാശം എന്താണ് ഉള്ളത്? സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.